നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടും വളരെ വിനയത്തോടും വന്ദനം അറിയിക്കുന്നു. പതിവ് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഏക ഹൃദയത്തോട് കർത്താവിന്റെ പാദത്തിലായിരിക്കുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും ജീവിതത്തിൽ ഒരു അവസരം കൂടെ തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുതുതായി ഇന്ന് ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പതിവായി സംബന്ധിക്കുന്ന പ്രായമുള്ളവര്, രോഗികള്, ബദ്ധപ്പാടിന്റെ നടുവിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനം പഠിക്കുവാൻ തിരുമുഖത്തേക്ക് നമുക്ക് ഒരുമിച്ച് നോക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നിന്നാണ് ചിന്തിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വേദഭാഗത്തിന് ഞാൻ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വിശ്വാസികൾ വിളിക്കപ്പെട്ടവർ എന്നാണ്. നമുക്കറിയാം, വിശ്വാസികളായ നാം എല്ലാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. സർവജ്ഞാനിയായ ദൈവത്താൽ, തെറ്റുപറ്റാത്ത ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാം. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ഹെഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ വേദഭാഗത്ത് നിന്ന് 3 കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മെ വിളിച്ച വിളിയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? വിളിയുടെ വിശേഷതകൾ, അതാണ് ഒന്ന്. 2, നമ്മെ വിളിച്ച വിളിയുടെ ലക്ഷ്യം എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളെ വിളിച്ചത്? 3-ാമതായിട്ട് വിളിയുടെ ലക്ഷ്യപ്രാപ്തിക്കായി എന്തെല്ലാം തന്നു എന്നുള്ളതാണ്. നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നിറവേറ്റുവാൻ നമുക്ക് സ്വന്തം കഴിവാൽ സാധിക്കുകയില്ല. അത് ദൈവത്തിന്റെ സഹായം ആവശ്യമാണ്. ആ സഹായമായി എന്തൊക്കെയാണ് ദൈവം തന്നത് എന്നാണ് നമ്മൾ 3-ാമത് ചിന്തിക്കുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥനയോടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്, ഈ വിളിയുടെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പ്രാരംഭമായിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു, ആ വിളിയുടെ വിശേഷതകൾ നാം 3-ാം വാക്യത്തിൽ വായിക്കുന്നത് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളി നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ അതിൽ കർത്താവിന്റെ മഹത്വവും കർത്താവിന്റെ വീര്യവും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. നമ്മെ സ്വർഗത്തിലെ ദൈവം വിളിച്ചത് നമ്മൾ സൂക്ഷ്മമായി ദർശിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നമുക്കതിൽ കാണാനായിട്ട് കഴിയും. ആദ്യം നമുക്കത് നോക്കാം. ആ മഹത്വം, കർത്താവിന്റെ മഹത്വം എന്താണ്? ആ വിളിയിലൂടെ ദൃശ്യമാകുന്ന, വിളിയിലൂടെ നമുക്ക് വെളിപ്പെട്ട് വരുന്ന ആ മഹത്വം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു വാക്യം തന്നെ ഞാൻ ഇപ്പോഴങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇന്ന് പല വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ വാക്യം ഞാനങ്ങ് പറയാം എന്ന് വിചാരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. കഴിഞ്ഞ ആഴ്ചയും നമ്മളത് പരാമർശമാണ്. ഇന്ന് അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ,
ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതും ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ വിളിയെ നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നാം അത്ഭുതപ്പെട്ടു പോവുകയും ദൈവത്തിന്റെ മഹത്വം നമുക്ക് അവിടെ ദർശിക്കാൻ കഴിയുകയും ചെയ്യും. അതായത് അതിന്റെ ആകത്തുക എടുത്താൽ ക്രൂശു മരണത്താൽ മാനവജാതിക്ക് രക്ഷ എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഒരാളുടെ മരണം കൊണ്ട് അനേകർക്ക് രക്ഷയുണ്ടാകുന്നു എന്നുള്ളത് ഒരു മഹത്വകരമായ കാര്യമാണ്. ഇവിടെ തന്നെ കണ്ടോ, നമ്മൾ വായിച്ചത് ഭോഷത്വമായതാണ് തിരഞ്ഞെടുത്തത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ഭോഷത്വമാണ് അനേകരെ രക്ഷിക്കാനായിട്ട് ഒരാൾ മരിക്കുക എന്നുള്ളത്. ജീവനോടിരുന്നാണ് ഓരോ ആൾക്കാരെ രക്ഷിക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ. സാമാന്യ ബുദ്ധിക്ക് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഇത് ഒരാൾ മരിച്ചുകൊണ്ട് ഒരു ഭോഷത്വമായ കാര്യമായിട്ട് അത് ഇരിക്കുന്നുള്ളൂ ലോകത്തിന്. പക്ഷെ അതിലൂടെ രക്ഷ സാധിച്ചു എന്നുള്ളതാണ്. വിളിയാൽ നമുക്ക് രക്ഷയാണല്ലോ കിട്ടിയത്. രണ്ടാമത്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തി. ഈ മരണം എന്ന് പറയുന്നത് ഒരു ബലഹീനതയുടെ ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 1 Corinthians 15-43 വാക്യം വായിക്കാമെങ്കിൽ ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ബലഹീനതയിലാണ് വിതയ്ക്കുന്നത്, കുഴിച്ചിടുന്നത് ഒരു ബലഹീന ശരീരമാണ്, ഒരു ബലവുമില്ലാത്ത ശരീരമാണെന്ന് നമുക്കറിയാം. അതിലൂടെയാണ് പക്ഷെ രക്ഷയൊരുക്കിയത്. ആ ബലഹീനത മരിച്ച്, നമ്മുടെ കർത്താവ് മരിച്ചു, അതിലൂടെ നമുക്ക് രക്ഷയൊരുക്കി. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ക്രൂശ് മരണത്തെ കുറിച്ചാണ്. കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത ഒരു കാര്യമാണ്, ഒന്നും പറയാനില്ല. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. അപ്പൊ ക്രൂശിന്മേലാണ് കർത്താവ് മരിച്ചത്. ഒരു ശാപ മരണമാണ് കർത്താവ് സഹിച്ചത്. ആ ശാപ മരണത്തിലൂടെയാണ് നമുക്ക് രക്ഷയൊരുക്കിയത്. നമ്മളെ വിളിച്ച് രക്ഷിച്ചത് ആ മരണത്തിലൂടെയാണ്. അത് നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിനൊക്കെ അത്ഭുതമാണത്. ആർക്കും, നമുക്കും അത് അത്ഭുതകരമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ മഹത്വത്തെയാണത് വെളിപ്പെടുത്തുന്നത്. മറ്റൊരു വാക്യം കൂടെ ഞാൻ പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ആ മഹത്വം, കർത്താവിന്റെ മഹത്വം ക്രൂശ് മരണത്തിലൂടെ വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ആ വാക്യം നമുക്ക് വായിച്ചു തന്നെ കേൾക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആശയം ഇതാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും എന്നുള്ള പ്രയോഗം ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി, അത് എത്ര കോടിയുണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ജീവനോടിരിക്കുന്നത് നമുക്കറിയുള്ളൂ 740 കോടി. എത്ര കോടി മരിച്ചുപോയി നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി എത്ര കോടി ജീവിക്കാൻ ഇരിക്കുന്നു കർത്താവിന്റെ വരവിന് മുമ്പ്, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവർക്കും, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് മരണം ആസ്വദിച്ചു. അവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. ദൂതന്മാർക്ക് മരണമില്ല, പക്ഷെ നമ്മുടെ കർത്താവ് മരിച്ചു. അതുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പം താഴ്ച ഉള്ളവനെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവം ഒരു താഴ്ച എടുക്കുക ചെയ്തത്, ഒന്ന് താഴുകയാ ചെയ്തത്. മരിക്കാൻ മനഃപൂർവ്വം തയ്യാറായി എന്ന് നമ്മളവിടെ കാണുന്നത്. അതിന്റെ മഹത്വത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. ഇത്ര മഹത്വമുള്ള കർത്താവ് താണു വരാനായിട്ട് ഇടയായത് തന്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ അവിടെ അടുത്ത് വായിക്കുന്നത്, അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. ആ താഴ്ച, ആ ക്രൂശ് മരണം താൻ എടുത്തത് തന്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആ ഭാഗം ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അല്പം ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി എന്നത് തന്റെ മഹത്വത്തിന് ഒരു അല്പം പോലും മങ്ങൽ ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ മഹത്വത്തിന്റെ മാറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിളൂടെ പറയുമ്പോൾ അത് വളരെ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ അവരെ ബഹുമാനത്തിന്, എല്ലാ ബഹുമാനത്തിനും അർഹരാണ്. അവരൊരു വലിയ സദസ്സിൽ ഇരിക്കുമ്പോൾ അവര് ആ സദസ്സിൽ ഒരു സാധുവായ ഒരു മനുഷ്യൻ വരുന്നത് കണ്ടിട്ട്, ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് അദ്ദേഹം ആ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് അദ്ദേഹത്തെ ഒന്ന് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു താഴ്ചയല്ല. അത് തന്റെ ആ ബഹുമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന്റെ മണിമകുടമായ കർത്താവ് നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കുവാൻ, എല്ലാവരെയും രക്ഷിക്കുവാൻ, മരണം ആസ്വദിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, താണ് വന്നത്, ക്രൂശ് മരണം സഹിച്ചതെല്ലാം തന്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ വിളിച്ച വിളിയുടെ ആ മഹത്വം, ആ വിളിയിലൂടെ രക്ഷയിലേക്ക് നമ്മളെ വിളിച്ചതിന്റെ മഹത്വം നമ്മൾ അവിടെ ദർശിക്കുകയാണ്. രണ്ടാമതായിട്ട് മഹത്വത്താലും വീര്യത്താലും എന്നാണ് അവിടെ കാണുന്നത്. ആ വീര്യം എന്നുള്ളതിന് വല്ലഭത്വം എന്നോ, ഇംഗ്ലീഷ് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത് എക്സലൻസി എന്നാണ്. ദൈവത്തിന്റെ, നമ്മുടെ കർത്താവിന്റെ എക്സലൻസിയാണ് അതിലൂടെ വെളിപ്പെടുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ രക്ഷിച്ചതിലൂടെ തന്റെ എക്സലൻസി വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ വിളിച്ചിരിക്കുന്നത് എബ്രായർ 3:1 വായിക്കാമെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതൊരു എക്സലന്റ് വർക്കായിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളൊരു പൂ ഉണ്ടാക്കിയാൽ നമ്മൾ പറയാം, പൂവ് കണ്ടിട്ട് പറയും നല്ല മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ പറയും അതൊരു എക്സലന്റ് വർക്കാണെന്ന് പറയും. പക്ഷെ അതിന്റെ മഹത്വം പോകുന്നത് എവിടേക്കാണ്? അത് ഉണ്ടാക്കിയ ആളിലേക്കാണ് പോകുന്നത് എന്ന് ഓർക്കണം. അപ്പൊ നമ്മളെ ഈ നരകത്തിന്റെ വാതുക്കൽ നിന്ന് നമ്മളെ പിടിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ആ വാതുക്കൽ നിന്ന് ഇച്ചിരിഞ്ഞോട്ട് മാറ്റി ഇരുത്തുകയല്ല ഇത്. അയ്യോ ആ വാതുക്കൽ നിൽക്കേണ്ട, നരകത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട്, ഒരല്പം ഇങ്ങോട്ട് മാറി നിൽക്ക്, അങ്ങനെയല്ല ചെയ്തത്. നരകത്തിൽ നിന്ന് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയാണ് ചെയ്തത്. അതൊരു എക്സലന്റ് വർക്കാണ്. അതുപോലെ തന്നെ നമ്മൾ 2 തീമോഥെയോസ് 1:9 വായിക്കാമെങ്കിൽ ആ വാക്യവും ഞാൻ പറയുകയാണ്. ഇത് ചെറിയ ഭാഗങ്ങൾ ഓർത്താൽ മതി. അവിടെ വിശുദ്ധ വിളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ വിശുദ്ധ വിളിയാൽ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മെ, ഇത്ര നികൃഷ്ടരായ നമ്മെ വിശുദ്ധനായ ദൈവത്തോടുകൂടെ എല്ലാ വിശുദ്ധിയിലും വിശുദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. എന്തൊരു മാറ്റമാണത്. അവിടെയാണ് നമ്മുടെ കർത്താവിന്റെ എക്സലൻസി നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് ചെറിയ ഒരു വ്യത്യാസത്തിന് വേണ്ടിയല്ല, വലിയൊരു വ്യത്യാസം. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ ഇരുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. നമ്മളെ ദൈവ കുടുംബത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവ മകനും മകളുമാക്കിയാണ് തീർത്തിരിക്കുന്നത്. ഞാൻ ആ ഭാഗമൊക്കെ ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ദേവന്മാരെന്ന് പേരുള്ള അനേകരുണ്ട് എന്ന് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ. അങ്ങനെ ആരെങ്കിലും, അങ്ങനെ ദേവന്മാരെന്ന് പേരുള്ള അനേകരുണ്ടെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നവിടെ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിളിച്ചു മക്കളാക്കുന്ന ഒരേ ഒരു ദൈവം യഹോവയായ ദൈവമാണ്. തന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരെ മക്കളാക്കുന്ന ഒരേ ഒരു ദൈവം യഹോവയായ ദൈവമാണ്. മറ്റുള്ളവരൊക്കെ ഭക്തനെന്നോ ഒരു ആരാധകനെന്നോ ഭക്തയെന്നോ ഒക്കെ പറഞ്ഞെന്ന് വരാം. മക്കളാക്കി തീർക്കുക. അതിന്റെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ, ഈ റോമാലേഖനം 9:8-17 നമ്മൾ വായിക്കുന്നുണ്ട്,
മക്കളെങ്കിലോ അവകാശികളുമാകുന്നുവെന്ന്. മക്കളാണെങ്കിൽ അപ്പന്റെ സ്വത്തെല്ലാം കൊടുക്കണമെന്ന് അതിന്റെ അർത്ഥം. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം നമുക്ക് ചെയ്തത് എന്താണ്? എഫേസ്യർ 1:3 വായിച്ചാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിരിക്കുക. ഒന്നും ബാക്കിയില്ല. സ്വർഗത്തിലെ സകല എന്നുള്ള വാക്കാ. സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ ദൈവം തരുന്ന, യഹോവ ഇരയെന്ന് നമ്മൾ വായിക്കുന്നു. തരുന്ന ദൈവം, നമ്മിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നാം എന്തെങ്കിലും കൊടുക്കുവാൻ ആവശ്യമില്ല. നമുക്കെല്ലാം തരുന്ന ദൈവമാണ്. മറ്റ് ദേവന്മാർ എന്ന് പറയുന്നവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നത്, എന്തായാലും മതി, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അതിനുള്ള വഴികളും അവസരങ്ങളും ഒക്കെയാണ് ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ വിളിയുടെ വിശേഷത എന്ന് പറയുന്നത്, ആ വിളി ശ്രദ്ധിക്കാമെങ്കിൽ തൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയും, തൻ്റെ എക്സലൻസി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അത് നമ്മെ എന്തിനാ വിളിച്ചത് എന്നുള്ളതാണ്. വിളിയുടെ ലക്ഷ്യം എന്തെല്ലാമാണെന്നുള്ളതാണ്. ഒരു 6 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതില് 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്ത് നിന്ന് തന്നെയുള്ളതാണ്. പിന്നീട് ഒരു 3 വളരെ അനിവാര്യം, അതോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഭാഗം പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ആലോചനകൾ കൂടെ നമുക്ക് ആത്മീയ പ്രയോജനം ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് അല്ലാതെ 1-2 കാര്യങ്ങളോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു 6 കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ വിളിയുടെ ലക്ഷ്യം? നമ്മെ വിളിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ എന്തൊരു സാധനം വാങ്ങിയാലും നമുക്കതിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പേന വാങ്ങിയാൽ, പെൻസിൽ വാങ്ങിയാൽ, സോപ്പ് വാങ്ങിച്ചാൽ, തുണി വാങ്ങിച്ചാൽ, ഒരു ഫർണിച്ചർ വാങ്ങിച്ചാൽ അതിനൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് വെറുതെ നമ്മളൊന്നും വാങ്ങത്തില്ല. നമ്മുടെ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മളത് ഒരു വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. ആ വാക്യം ഞാൻ ഇപ്പോൾ അത് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എഫേസ് ലേഖനം 1-ാം 18-ാം വാക്യം വായിക്കാമെങ്കിൽ അവിടെ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണമെന്ന് വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രാർത്ഥനയാണ് എഫേസ് ലേഖനം 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രാർത്ഥനയാണ്. അനേക വിഷയങ്ങൾ പറയുന്നുണ്ട് അവിടെ. ആ പ്രാർത്ഥനയിൽ അനേക സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. നമ്മളെ ദൈവം വിളിച്ചതാണ്. സർവജ്ഞാനി വിളിച്ചു, ദൈവം നമ്മെ വിളിച്ചതാണ്. പക്ഷെ എന്തിനാ വിളിച്ചതെന്ന് നമ്മൾ അറിയണം. നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് ചില ഉദ്ദേശമൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ആശയൊക്കെ ഉണ്ട്. അതെന്താണ് എന്ന് നമ്മൾ അറിയണം എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്ത് 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അത് ജീവനും ഭക്തിക്കും, ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ. അപ്പൊ അതിലൊന്ന്, ഭക്തി ജീവിതത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്, ഒരു കാര്യം അത്. മറ്റൊന്ന് 4-ാം വാക്യത്തിൽ കാണുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വിളിച്ചു എന്ന് കാണുന്നുണ്ട്. മറ്റൊന്ന് നമ്മളവിടെ കാണുന്നത് ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം, അതിനാണ് വിളിച്ചത്. അങ്ങനെ ഈ ഭാഗത്ത് പറയുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. അത് കൂടാതെ വേറെ ഒരു 3 കാര്യങ്ങൾ കൂടെ ഞാൻ അതിനോട് ചേർത്ത് അത്യാവശ്യം നമുക്ക് ചിന്തിക്കേണ്ടതായി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ സന്ദർഭോചിതമായി പറഞ്ഞുകൊള്ളാം. ഈ 6 കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിക്കാം. 1, ഭക്തി ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2, ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കാൻ. ദിവ്യ സ്വഭാവം എന്ന് വെച്ചാൽ സ്വർഗീയ സ്വഭാവമെന്നോ ദൈവത്തിന്റെ സ്വഭാവമെന്നോ ചിന്തിക്കാവുന്നതാണ്. 3-ാമത് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിരുദ് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫിലിപ്പിയർ 3:14 അത് വായിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം. മറ്റൊന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടതാണ്, ലോകമോഹങ്ങളൊക്കെ ഒഴിഞ്ഞു ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. 5-ാമത് കർത്താവിന്റെ വേല ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 6-ാമത് നിത്യ തേജസ്സിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും മാത്രമല്ല, ഇതിനെക്കാട്ടിലൊക്കെ ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് എൻ്റെ ധ്യാനത്തിൽ, എൻ്റെ ശ്രദ്ധയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന 6 കാര്യങ്ങളാണ്. ഓരോന്നൊന്നും നമുക്ക് നോക്കാം. 1, ഭക്തി ജീവിതത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്.
ഭക്തി ജീവിതം. ജീവനും ഭക്തിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഭക്തിയോടെ ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം നമ്മൾ അന്ത്യകാലത്താണ് ജീവിക്കുന്നത്. അന്ത്യകാലത്തിന്റെ അന്ത്യകാലത്തിൽ എന്ന് വേണം പറയാൻ. അന്ത്യകാലത്തിന്റെ അന്ത്യകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്ത്യകാലത്തെ പറ്റി 2 തീമോഥെയോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വാക്ക് മതി, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. 2 തീമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് വായിക്കുന്നുണ്ട്. അതിൽ മനുഷ്യർ സ്വസ്നേഹികളും എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകത, ഭക്തിയുടെ വേഷം ധരിച്ചവരെ ധാരാളമായി കാണാൻ കഴിയുമെന്നാണ്. ഭക്തിയുടെ വേഷം ധരിച്ചവർ, ഭക്തരല്ലവര്, ഭക്തി ഇല്ലവർക്ക്, പക്ഷേ വേഷം ധരിച്ചിരിക്കുക. വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഭക്തിയുടെ വേഷം ധരിച്ചവർ, വസ്ത്രധാരണത്തിലൂടെ ആയാലും മുഖത്തെ ഭാവത്തിലൂടെ ആയാലും മുഖത്ത് വരുത്തുന്ന ചില പ്രത്യേകമായ രൂപമാറ്റം കൊണ്ട്, അത് മുഖത്തെ രോമങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം പേരെ കാണുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭക്തിയുടെ വേഷമല്ല, യഥാർത്ഥമായ ഭക്തി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ സദൃശ്യവാക്യങ്ങള് പഠിക്കുമ്പോൾ വളരെ എല്ലാവരും സന്തോഷത്തോടെ വായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ സദൃശ്യവാക്യങ്ങൾ. ഓരോ ദിവസവും ഓരോ അധ്യായം വീതം വായിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും ഓരോ അധ്യായം വായിക്കുന്നവർ. 31 അധ്യായമാണല്ലോ ഉള്ളത്. അപ്പൊ 31 ദിവസമുള്ള മാസങ്ങളിലൊക്കെ അത് ഓരോ അധ്യായം വായിച്ച് പോകുന്നവരുണ്ട്. ആദ്യത്തെ സദൃശ്യവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ 1-ന്റെ 1 അല്ല, 1-ന്റെ 7. 1-ന്റെ 6 വരെ മുഖവര പറഞ്ഞിരിക്കുകയാണ്. 1-ന്റെ 7 ആദ്യത്തെ സദൃശ്യവാക്യം. ദൈവത്തിന് സ്തോത്രം. അത് മനോഹരമായ ഒരു വാക്യമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അറിവിന്റെ, ഏത് ജ്ഞാനത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് ദൈവഭക്തി അഥവാ ദൈവഭയം, ഫിയർ ഓഫ് ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക, അതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം. ദൈവഭയം, അതാണ് യഥാർത്ഥ ഭക്തി. വാസ്തവമായി, പുറമേയല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വാസ്തവത്തിൽ ദൈവത്തോടുള്ള ഭയം അത് വെളിപ്പെട്ട് വരും. നമ്മൾ 128-ാം സങ്കീർത്തനത്തിൽ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ, യഹോവയെ ഭയപ്പെടുന്നോ ഇല്ലയോ എന്നറിയുന്നത് ആ ആളുടെ ജീവിതത്തിലൂടെയാണ്. അവന്റെ വഴികളിലൂടെ സഞ്ചരിക്കും, വചനാനുസരണം ജീവിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറയട്ടെ, 24 മണിക്കൂറും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള യഥാർത്ഥമായ ചിന്ത, കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു, ഈ ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, എപ്പോഴും എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, അതാണ് അപ്പോൾ ആ ഭയത്തിലായിരിക്കും നമ്മൾ ഒരു വാക്ക് പറയുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, ചിന്തിക്കുന്നത് ഒക്കെ ആ നിലയിലായിരിക്കും എന്നുള്ള. അതാണ് ദൈവഭയം. അല്ലാതെ മീറ്റിങ്ങിന് വരുമ്പോൾ കാണിക്കുന്നതോ അല്ലെങ്കിൽ ആത്മീയന്മാർ തമ്മിൽ കാണുമ്പോൾ കാണിക്കുന്നതോ ഒന്നുമല്ല. അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു തരത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നാം എന്തോ, അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാണ്. ദൈവഭക്തിയെ പറ്റി പറയാൻ നിരവധി വ്യക്തികൾ ബൈബിളിലുണ്ട്. പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഇയ്യോബാണ്. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇയ്യോബിനെ എടുക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ ഇയ്യോബിനെ പരാമർശിക്കുന്നില്ല. പകരം അബ്രഹാമിനെ ഞാനൊന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ യഹോവയെ ദൈവം പറയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന്. സംഭവം നമുക്കറിയാം. അബ്രഹാമിനോട് വളരെ പേഴ്സണലായിട്ടാണ് യഹോവയായ ദൈവം പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാനായിട്ട്, ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ. അത് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. അത് അബ്രഹാം ആരോടും ഷെയർ ചെയ്തിട്ടുമില്ല. അബ്രഹാം മാത്രം അറിഞ്ഞൊരു കാര്യം. നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ അബ്രഹാം ആ അനുസരണം കാണിച്ചില്ലെങ്കിൽ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. ദൈവവും താനും മാത്രം ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അനുസരിച്ചതാണ് ദൈവഭയം എന്ന് പറയുന്നത്. മറ്റാരെങ്കിലും അറിയുമോ, മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുമോ, മറ്റാരെങ്കിലും പ്രശംസിക്കുമോ, ഇതൊന്നും വിഷയമല്ല.
അവൻ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, പേഴ്സണലായിട്ട് പറഞ്ഞു, മറ്റാരും അറിഞ്ഞിട്ടില്ല. താൻ അത് അനുസരിക്കുമ്പോൾ അത് ദൈവഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് പറയുന്നത്, ഇപ്പോൾ നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവം തന്റെ സർവജ്ഞാനത്തിൽ തന്റെ ഭയമൊക്കെ അറിയാം. പക്ഷേ ആ ഭയപ്പെടുന്നു എന്നുള്ളത് തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് അപ്പോഴാണെന്നാണ് അതിന്റെ ആശയം. ദൈവത്തിൽ വെളിപ്പെട്ട ഒരു അനുഗ്രഹീത സന്ദർഭമായിരുന്നു അത്. ഇതാണ് യഥാർത്ഥ ഭക്തി ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവും നാമുമായിട്ടുള്ള ബന്ധം. ദൈവം നമ്മോട് ദൈവവചനത്തിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് അനുസരിക്കുന്ന കാര്യത്തിൽ എത്ര കൃത്യത നമ്മൾ പുലർത്തുന്നുവോ അതാണ് ഭക്തി ജീവിതം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. 2, ദിവ്യ സ്വഭാവം. ദിവ്യ സ്വഭാവം എന്ന് വെച്ചാൽ സ്വർഗീയ സ്വഭാവം അല്ലെങ്കിൽ ദൈവ സ്വഭാവം. കുറച്ചുകൂടെ പറഞ്ഞാൽ യേശു കർത്താവിന്റെ സ്വഭാവം എന്ന് ചിന്തിക്കാം. ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കണം, അതിനാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ 4-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. കർത്താവ് കാണിച്ചു തന്ന സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ പഠിച്ച 1 പത്രോസിൽ പഠിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. 1 പത്രോസ് 2 വായിക്കേണ്ട, അതും നമ്മൾ കഴിഞ്ഞിടയ്ക്ക് പഠിച്ചതുകൊണ്ട്. 1 പത്രോസ് 2 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന 5 മാതൃക നമ്മൾ പഠിച്ചാണ്, വിശദീകരിക്കുന്നില്ല. 1, അവൻ പാപം ചെയ്തിട്ടില്ല, അഥവാ വിശുദ്ധ ജീവിതം. 2, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, വിശ്വസ്ത ജീവിതം. 3, ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, പകരം ശകാരിക്കാത്ത, കുറ്റപ്പെടുത്താത്ത ജീവിതം. 4, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, കഷ്ടങ്ങൾ മനസ്സോടെ സഹിക്കുന്ന ജീവിതം. 5, സകലവും ന്യായമായി വിധിക്കുന്നവെങ്കിൽ പരമേൽപ്പിച്ചു. ഇതാണ് ദിവ്യ സ്വഭാവം. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതാണല്ലോ പഠനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കത് സാധിക്കുന്നുണ്ടോ? ഇതാണ് ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം നമുക്കെല്ലാം കാണാതറിയാവുന്ന വാക്യമാണല്ലോ. അവിടെ വായിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണല്ലോ നമ്മൾ അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവേശുവിന്റെ സ്വഭാവം എന്നാ, ഭാവം എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്വഭാവം എന്നാ. ക്രിസ്തുവേശുവിന്റെ സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ. നമ്മളിങ്ങനെ സ്ഥാനമാനങ്ങളൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്നവരാണ് മനുഷ്യർ പൊതുവെ. എങ്ങനെയാണ് ആ സ്ഥാനമാനങ്ങളൊക്കെ വിട്ട് നമ്മുടെ കർത്താവ്, അത് വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. നമ്മളവിടെ കാണുന്ന ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താണു എന്നുള്ളതാണ്. താഴ്ത്തി, സ്വന്തമായി താഴ്ത്തി എന്നുള്ളതാണ്, തന്നെത്താൻ താഴ്ത്തി. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്. ഇതാണ് ദിവ്യ സ്വഭാവം. സ്വയം താഴാനുള്ള മനസ്സ്. ആരെങ്കിലും താഴ്ത്തുകയല്ല, ആർക്കെങ്കിലും വേണ്ടി താഴുകയുമല്ല, സ്വയം താഴുവാൻ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പഠിച്ച മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാനും ബഹുമാനിക്കാനും കഴിയുക, അതാണ് ദിവ്യ സ്വഭാവത്തിന്റെ മറ്റൊരു ലക്ഷണം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു വാക്യം നമ്മൾ വായിക്കാനായിട്ട് പോവുകയാണ്. അത് വായിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എഫേസ്യർ 4-ാം അധ്യായം 1-ാം വാക്യം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ശരിയാണ് ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. മതി. മനോഹരമായ ഒരു വാക്യമാണ്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. വിളിച്ച വിളിക്ക് ഒരാശയം, അത് വിളിച്ച വിളിക്കെന്ന് വെച്ചാൽ വിളിച്ചവന് യോഗ്യമായി എന്നൊരാശയം അതിനകത്തുണ്ട്. വിളിച്ചവന് യോഗ്യമായി, അത് ദിവ്യ സ്വഭാവത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. പൂർണ്ണ വിനയം. ആ പൂർണ്ണ വിനയം എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. പൂർണ്ണ വിനയം എന്ന് വെച്ചാൽ മനഃപൂർവ്വം വിനയപ്പെടുക, എല്ലാ കാര്യങ്ങളിലും വിനയപ്പെടുക. അതുപോലെ സൗമ്യത, ഇത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ പല പ്രാവശ്യം. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് പരിധിയില്ല, എത്ര പ്രാവശ്യം ആണെങ്കിലും ക്ഷമിക്കാൻ. ഇതൊക്കെ നമ്മുടെ കർത്താവ് കാണിച്ച നമ്മളോട് 1000 10,000 കോടിയാണോ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരോടും നമുക്കത് ക്ഷമിക്കാൻ കഴിയണം. ഇത് നമ്മൾ വിശാലമായിട്ടൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വേണം. അതാണ് വിളിച്ചവന് യോഗ്യമായിട്ട്
ഉള്ള ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നടക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് ഒടുവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അന്യോന്യം പൊറുക്കുക എന്നൊരു വാക്കും. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ്, ക്ഷമിക്കുക എന്നല്ല. പൊറുക്കുക എന്നുള്ളതിന് ക്ഷമിക്കുക എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടുത്തെ ആശയം സഹിക്കുക എന്നൊരാശയമാണ്. നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം പഠിച്ചാൽ അതിനകത്ത് ഒരു മനോഹരമായ ഒരു ആശയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവമക്കളായ നമ്മള് മറ്റൊരാൾക്ക് ഒരു ദോഷവും ചെയ്യാൻ പാടില്ലെന്നാണ് അവിടെ പറയുന്നത്. ദൈവമക്കളായ നമ്മളെ വിളിച്ചിരിക്കുന്ന അതിന്റെ ഒരു ആശയം, ഒരു തരത്തിലും നമ്മൾ ഒരു ദോഷവും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദോഷവും ഒരുത്തർക്കും ചെയ്യരുത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന്റെ മറുവശമാണ് ഞാൻ പറയാൻ പോകുന്നത്. മറുവശം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും നഷ്ടമോ കഷ്ടമോ ദോഷമോ ചെയ്താൽ നിങ്ങൾ ദൈവമക്കളായി നിങ്ങൾ അത് സഹിക്കണമെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ പേര് കേസ് കൊടുക്കാൻ പോകുകയോ അതിന്റെ പേരിൽ വഴക്കിന് പോവുകയോ അങ്ങോട്ട് തിരിച്ചു പറയാൻ പോവുകയോ ചെയ്യരുതെന്ന്. ഇവിടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. വചനം പറയുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ദൈവമക്കളായി നമ്മളെ നഷ്ടപ്പെടുത്തിയാൽ, കഷ്ടപ്പെടുത്തിയാൽ, നമുക്ക് ദോഷം ചെയ്താൽ അത് സഹിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ സ്നേഹത്തിൽ പൊറുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മറുവശവും വിവിധ വശങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇതാണ് ദിവ്യ സ്വഭാവം നമ്മൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ. കർത്താവിന്റെ ആ സ്വഭാവം നമ്മിൽ കാണപ്പെടണം. വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമാവണ്ണം അങ്ങനെ നടക്കുവാൻ ആവശ്യമുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, വിരുദു പ്രാപിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളത് ഫിലിപ്പിയർ 3:14 എല്ലാവർക്കും ആ വാക്യമൊക്കെ ഓർമ്മ കാണും. കാരണം എപ്പോഴും നമ്മൾ ആവർത്തിച്ചോർക്കുന്നതാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ഒരു ലക്ഷ്യം അത് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും സന്ദർഭോചിതമായിട്ട് അതോടെ ചേർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതുകൊണ്ടാണ്. ഏറെ സമയം ആവശ്യവുമില്ല. ബിരുദ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രതിഫലത്തിന് പൊതുവെ ബിരുദെന്ന് പറയാമെങ്കിലും ബിരുദ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കിരീടങ്ങളെ ഉദ്ദേശിച്ചാണ്. അത് നമ്മൾ 1 കൊരിന്ത്യർ 9:24 വായിക്കാമെങ്കിൽ അവിടെ ബിരുദ് പ്രാപിക്കുന്ന കാര്യം അത് കിരീടത്തെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാകും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇന്ന് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് ഓടിച്ചു പറയാം. വിശദീകരണം ഒന്നുമില്ല, ഓടിച്ചു പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പരമമായ വിളിയാണ് നമുക്ക്. അത് ബിരുദ് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബിരുദ്, പ്രതിഫലങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആശയത്തിൽ കിരീടങ്ങൾ നമ്മൾ പ്രാപിക്കണം. ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കുറച്ച് കിരീടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ആ കിരീടങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ്. കിരീടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ ചിന്തിച്ചു പോകാറുണ്ട്, വാടാത്ത കിരീടം എന്നൊരു കിരീടമുണ്ട് എന്ന് പൊതുവായി ചിന്തിക്കുകയും ചിലപ്പോഴൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ പഠിക്കാമെങ്കിൽ അങ്ങനെ ഒരു കിരീടമില്ല. വാടാത്ത കിരീടം എന്നൊരു കിരീടമില്ല. ദൈവം തരുന്ന കിരീടങ്ങളെല്ലാം വാടാത്തതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അത് 1 കൊരിന്ത്യർ 9:24-25 വായിച്ചാൽ മതി, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അവിടെ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ ഓടുന്നവർക്ക് കിട്ടുന്ന കിരീടങ്ങളെല്ലാം വാടുന്നതാണ്. ലോകത്തിൽ അധ്വാനിച്ച് നേടുന്ന കിരീടങ്ങളെല്ലാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെല്ലാം വാടുന്നതാണ്. എന്നാൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക്, കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നവർക്ക്, അവർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ഒരു കിരീടവും വാടുന്നതല്ല. അപ്പൊ ഇതൊരു ക്യാപ്ഷനാണ്, ഹെഡിങ് ആണ്. വാടാത്ത കിരീടം എന്നുള്ളത് ഹെഡിങ്. വാടുന്ന കിരീടം എന്നൊരു ഹെഡിങ് അത് ലോകത്തിൽ കിട്ടുന്നതല്ല, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. വാടാത്തത്, അതിന്റെ കീഴിൽ വരുന്നത് 4 കിരീടങ്ങളാണ് വരുന്നത്. അതിൽ ഒന്ന് ഞാനിങ്ങനെ പറയട്ടെ, അത് മൂപ്പന്മാർക്ക് അഥവാ പാസ്റ്റർമാർക്കുള്ളതാണ് ഒരു കിരീടം. അത് നമ്മൾ പഠിച്ചു. 1 പത്രോസ് 5:5 അത് തേജസിന്റെ കിരീടമാണ്, അത് അവർക്കുള്ളതാണ്. പിന്നെ 3 കിരീടമാണ് പാസ്റ്റർമാരല്ലാത്ത സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. 3 കിരീടങ്ങളാണ്. അതിലൊന്ന് പ്രശംസാ കിരീടമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 19-20 വായിക്കുമ്പോൾ ആത്മാക്കളെ നേടുന്നവർക്കാണ് അതുള്ളത്. അപ്പൊ ആത്മാക്കളെ നേടിയാൽ നമുക്ക് ഈ വിരുദ്, ഈ കിരീടം കിട്ടും. ആത്മാക്കളെ അതിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാണ് ഒരാശയം. രണ്ടാമത്തേത് അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുടെ കിരീടം. നമുക്ക് എല്ലാം അറിയാം, പൗലോസ് അപ്പോസ്തലൻ 2 തീമോഥെയോസ് 4:7-8 പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നമ്മൾ പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല പോർ പൊരുതണം. നാട്ടുകാരോടും വീട്ടുകാരോടും അല്ല, പിശാചിനോട് നല്ല പോർ പൊരുതണം.
ഓട്ടം തിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം, അധ്വാനമെല്ലാം നമ്മൾ ചെയ്യണം. മൂന്നാമത് വിശ്വാസം കാത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എന്നുള്ള ആശയമാണ്. വിശ്വാസ പ്രമാണം, ദൈവവചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതൊക്കെ ചെയ്യുന്നവർക്കാണ് നീതിയുടെ കിരീടം. ഇതാണ് നമ്മളെ വിളിച്ചത്. പിന്നീട് യാക്കോബ് 1:12 നമ്മൾ വായിക്കുന്നുണ്ട്, ജീവന്റെ കിരീടം അത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിരീടങ്ങളൊക്കെ പ്രാപിക്കണം, അതിനാ നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മൾ തിരിഞ്ഞു ചിന്തിക്കണം, ഇത് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? പാസ്റ്റർമാരുടെ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. പാസ്റ്റർമാരുടെ ദേശത്തിന്റെ കിരീടം, ബാക്കി പ്രശംസാ കിരീടം കിട്ടും. ആത്മാക്കളെ വല്ലതും നേടിയിട്ടുണ്ടോ? നല്ല പോർ പൊരുതാനും ഓട്ടം തികയ്ക്കാനും വിശ്വാസം കേൾക്കാനും സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ നീതിയുടെ കിരീടം കിട്ടൂ. ജീവപര്യന്തം മരണപര്യന്തം വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവകിരീടം കിട്ടുകയുള്ളൂ. എല്ലാത്തിനും യോഗ്യത ഉണ്ടോ? അതിനാ വിളിച്ചെന്ന് ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഈ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലോക മോഹങ്ങളെ വിട്ട് ഒഴിയണമെന്നുള്ളത്. അവിടെ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകമോഹങ്ങളെ വിട്ടൊഴിയണം. അത് നമുക്ക് നാശം അഥവാ ദോഷമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഇങ്ങനെ അങ്ങ് പറയട്ടെ, ലോകത്തിൽ നമ്മൾ എന്ത് മോഹിച്ചാലും അത് ഒടുവിൽ ദോഷമായി മാറും. അതുകൊണ്ട് നമുക്ക് വരാൻ പോകുന്നത് ദോഷം മാത്രമായിരിക്കും. അത് ഉറപ്പാണ്. അത് നമ്മളിവിടെ വസ്തു മോഹിച്ചാലും, ഞാനും പറയട്ടെ, വീട് മോഹിച്ചാലും, അത് നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ പറയാം. ഒരു വീട് അങ്ങ് മോഹിച്ചു, ഒരു വസ്തു മോഹിച്ചു, ഒരു സ്ഥാനം മോഹിച്ചു, എന്ത് മോഹിച്ചാലും അതിനകത്ത് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ മോഹിച്ചാൽ, ദൈവം തരുന്നത് വേറെ കാര്യം, നമ്മൾ മോഹിച്ചാൽ അത് രണ്ടും വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഹിതപ്രകാരം ഇതൊക്കെ നമുക്ക് ആവശ്യമെന്ന് അറിയുന്ന ദൈവമാണ്, തരുന്ന ദൈവമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളായിട്ട് മോഹിച്ചാൽ അതിൽ ചില ദോഷങ്ങൾ, അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കുന്നതിന്, ഭക്തി ജീവിതത്തിന്, ബിരുദ പ്രാപിക്കുന്നതിനൊക്കെ ദോഷം വരും. അതുകൊണ്ട് മോഹങ്ങൾ ലോകത്താലുള്ള മോഹങ്ങൾ, ലോകത്തിൽ മോഹങ്ങൾ പാടില്ല ഉള്ളതാണ്. നമ്മള് ഈ 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ അത് നമുക്കറിയാമല്ലോ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്. ഈ 9 കൽപ്പനകളും കഴിഞ്ഞ് 10ാമത്തെ കൽപ്പനയായിട്ടാണ് ഈ മോഹിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. 9 കൽപ്പനകളും നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ അത് മറ്റുള്ളവർക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നതും അതിന് കുറ്റപ്പെടുത്താൻ കഴിയുന്നതും ശിക്ഷിക്കാൻ കഴിയുന്നതും ഒക്കെയാ. ബാക്കിയെല്ലാം അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ മോഹിക്കുക എന്നുള്ളത് ഒരുത്തർക്കും കാണാൻ പറ്റുക, ഒരുത്തർക്കും അറിയാൻ പറ്റത്തില്ല. അതിന്റെ പേര് കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ ഒന്നും പറ്റാത്ത ഒന്നാണ് ഈ മോഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 9 ദൃശ്യമാണ്, ഏതെങ്കിലും ഒരർത്ഥത്തിൽ ദൃശ്യമാണ്. പക്ഷെ ഇത് ദൃശ്യമല്ല, ആർക്കും കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിട്ടൊഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിന്റെ കാരണം എന്താണെന്നറിയാം. നമ്മൾ ചിന്തിച്ചല്ലോ, 24 മണിക്കൂറും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ദൂരെ ഇരുന്നായാലും കർത്താവിന് കാണാം. ഇതെല്ലാം ഈ മറ്റാരും കാണുന്നില്ലെങ്കിലും ഈ മോഹങ്ങൾ കാണാൻ കഴിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. മറ്റൊരു വാക്കിൽ ഞാൻ പറഞ്ഞാല് നമ്മള് ലൂക്കോസ് 5:22 വായിക്കാമെങ്കിൽ അവിടെ കാണുന്നത് അവൻ അവരുടെ ചിന്തകളെ അറിഞ്ഞെന്നാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം ചിന്തകൾ, അകത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവനാ. 139-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലും കാണുന്നുണ്ട്, ദൂരത്തിരുന്ന് നിരൂപണങ്ങളെ അറിയുന്നവൻ, നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവം. അപ്പോൾ ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന മോഹങ്ങൾ അത് കർത്താവ് കാണുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഭക്തി ജീവിതം, ദൈവ സ്വഭാവത്തിലുള്ള ജീവിതത്തിൽ അവൻ കൂടെ ഉണ്ട് എന്ന അറിവോടുകൂടെ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വിട്ടൊഴിഞ്ഞേ പറ്റുകയുള്ളൂ, ലോകത്താലുള്ള മോഹം വിട്ടൊഴിഞ്ഞേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വിട്ടൊഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ അഥവാ ദിവ്യ സ്വഭാവത്തിലുള്ള ജീവിതത്തെ അത് ബാധിക്കും. നമ്മള് യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ ഒരു വാക്യം ഓർക്കുന്നുണ്ടല്ലോ, യാക്കോബ് 4:4 നമ്മൾ പഠിക്കുകയുണ്ടായി, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ഇവിടെ ഈ വാക്കം കൊണ്ട് വേണേ ചേർക്കാം. ലോകത്തെ മോഹിക്കുന്നത്, ലോകത്തിൽ എന്ത് മോഹിച്ചാലും അത് ദൈവത്തോട് ശത്രുത്വമായിട്ടേ വരത്തും. അപ്പൊ ഒരിക്കലും നമ്മള് ലോകത്തിൽ മോഹങ്ങളാൽ നമ്മൾക്ക് ദോഷം വരാൻ ഇടവരരുത്. ദിവ്യ സ്വഭാവത്തിന് ദോഷം അത് ചെയ്യും. നമ്മള് തീമോഥെയോസിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ചെറിയൊരു വാക്യം, 2 തീമോഥെയോസ് 4:10
ദേമാസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ പറ്റി, ദൈവദാസൻ തന്നെ വേണം അദ്ദേഹത്തെ പറയാൻ. ദേമാസിനെ കുറിച്ച് അവിടെ പൗലോസ് പറയുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്റെ സുവിശേഷ വേലയിൽ കൂടെ നടന്ന ആളാ. ഒന്ന് ഗൗരവമായിട്ടൊന്ന് മനസ്സിലാക്കണം. പൗലോസിന്റെ കൂടെ സുവിശേഷ യാത്രകളിൽ സന്തത സഹചാരിയായി, തനിക്കൊരു സഹായിയായി, സുവിശേഷത്തോളം ബന്ധത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത് കൂടെ നിന്ന വ്യക്തി ഈ ലോകത്തെ സ്നേഹിക്കാൻ ഇടയായപ്പോൾ, ലോകത്തിൽ ചിലത് മോഹിക്കാൻ ഇടയായി. അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ വിട്ടുപോയെന്ന് വെച്ചാൽ ആത്മീയ ശുശ്രൂഷ വിട്ടുപോയെന്ന അർത്ഥം. പൗലോസ് തന്നെ വിട്ടുപോയെന്ന് പറഞ്ഞാൽ തന്റെ ആത്മീയ ശുശ്രൂഷയിലാണ് താൻ കൂടെ ഉണ്ടായിരുന്നത്. തന്നെ വിട്ടുപോയി എന്ന് പറയുന്നാൽ അർത്ഥം ആത്മീയ ശുശ്രൂഷ വിട്ടുപോയി എന്നാണ്. അപ്പോൾ ഒരു കാരണവശാലും ലോകത്തിൽ മോഹത്താൽ ഉള്ള ദോഷം നമുക്ക് വരാതിരിക്കാൻ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത പോയിന്റ് വരുമ്പോൾ നമുക്കറിയാം അതിന് ദൈവം തന്നെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അടുത്തത്, എന്തിനാ നമ്മളെ വിളിച്ചത്? വേല ചെയ്യാനായിട്ടാണ്. അത് നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കർത്താവ് നമ്മളെ വിളിച്ചത്, നമ്മൾ ഇടയ്ക്ക് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, യൂദയുടെ ലേഖനം 1-ാം വാക്യത്തിൽ വിളിക്കപ്പെട്ടവരെന്നൊരു വാക്കുണ്ടെന്നും അവിടെ ഉണ്ട്. 1-ാം വാക്യത്തിലുണ്ട്. അവിടെ അതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കെയ്ലിൻ എന്ന വാക്കാണെന്നും അതിന് 3 അർത്ഥമുണ്ടെന്നും, ഒന്ന് വിളിച്ചവനോടുകൂടെ സന്തോഷിക്കാനാണ് വിളിച്ചത്, 2 വിളിച്ചവന്റെ വേല ചെയ്യാനാണ് വിളിച്ചത്, 3 വിളിച്ചവന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാനാണ് വിളിച്ചത്. ഈ 3 ആശയം വരുന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേല ചെയ്യാനാണ് വിളിച്ചത്. കർത്താവിന്റെ വേല ചെയ്യാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത്രയും പറഞ്ഞത് വിടുകയാണ്. നമ്മൾ നിരവധി പ്രാവശ്യം അത് ചിന്തിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, 6-ാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളത് പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ ഒടുവിൽ പഠിച്ചതാണ്. 1 പത്രോസ് 5:10 വായിച്ചു. നിത്യ തേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യ തേജസ്. നമ്മൾ വിശാലമായി പഠിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെ വേർതിരിച്ച നാള് മുതൽ നമ്മളെ നിത്യ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അത് ഒരു തീച്ചൂളയുടെ അനുഭവമാണ്. തീച്ചൂളയിലൂടെയാണ്, അഗ്നിശോധനയിലൂടെയാണ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നെത്തുന്നത് നിത്യ തേജസ്സിലാണ്. എത്ര തീച്ചൂള നാം അഭിമുഖീകരിച്ചോ അത്രയും തേജസ് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ പഠിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. 2 കാര്യം ചിന്തിച്ചു. നമ്മളെ വിളിച്ചതിന്റെ വിശേഷത. 2-ാമത്, എന്തിനാ വിളിച്ചത്? കുറെ പ്രതീക്ഷകൾ ഉണ്ട്. ഭക്തി ജീവിതം നയിക്കണം, ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കണം, ബിരുദു പ്രാപിക്കണം, അതുപോലെ വേല ചെയ്യണം, നിത്യ തേജസ്സിനാണ് വിളിച്ചത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഒടുവിലത്തെ കാര്യം ഇതാണ്, ഇതൊക്കെ ദൈവത്തിന്റെ ലക്ഷ്യമാണ്, നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശമാണ്. പക്ഷേ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല എന്ന് ദൈവത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മളെ സഹായത്തിനായിട്ട് തന്നിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം തന്ന ചില കാര്യങ്ങളുണ്ട്. അതിവിടെ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, മനോഹരമായ ഒരു പ്രയോഗമാണ് അവിടെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന, 3-ാം വാക്യം അവസാനിക്കുന്ന അങ്ങനെയാണ്. ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. എന്തൊക്കെ വേണോ ഈ തരത്തിൽ ദൈവം വിളിച്ച പോലെ ജീവിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം തന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദിവ്യശക്തി നമുക്ക് തന്നിരിക്കുന്നു. അവിടെ അതേ പദം തന്നെ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. 3-ാം വാക്യത്തിലാണ് വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നമുക്ക് തന്നിട്ടുണ്ട്. 2, 4-ാം വാക്യത്തിലാണത് വാഗ്ദത്തങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം. അപ്പൊ ദിവ്യശക്തി തന്നു, വാഗ്ദത്തങ്ങളും തന്നു. എന്നിട്ട് ഒരു പ്രത്യേക കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകണമെങ്കിൽ ദൈവത്തോടുള്ള പരിജ്ഞാനത്താലേ അത് പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ തന്നത് ദൈവവുമായിട്ട് അടുത്തിടപഴകുമ്പോൾ മാത്രമേ നമുക്കത് പ്രയോജനമാകത്തുള്ളൂ. ദൈവത്തോട് നമ്മൾ അടുത്ത് ജീവിക്കുന്നില്ലെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച അതാണ്, ദൈവത്തോട് അടുത്ത്
പറ്റിച്ചേർന്ന് ജീവിക്കുന്നില്ലെങ്കിൽ, അവനെ അനുസരിച്ച് അവന്റെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ തന്നത് അതുപോലെ അവിടെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. നമുക്കത് ശക്തിയായി ഭവിക്കണമെങ്കിൽ, സഹായമായി ഭവിക്കണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് ജീവിക്കണം, പറ്റിച്ചേർന്ന് ജീവിക്കണം, ഇടപഴകി ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ദിവ്യശക്തി തന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ 2 കാര്യങ്ങളുണ്ട് ദിവ്യശക്തി എന്ന് പറയുമ്പോൾ. ഒന്ന്, പരിശുദ്ധാത്മാവാണ്. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. നമ്മൾ എപ്പോൾ രക്ഷിക്കപ്പെട്ടോ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേ പറ്റത്തുള്ളൂ. തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്കറിയാം, തരാതിരിക്കാൻ പറ്റുകയില്ല, തന്നേ പറ്റൂ. അത് തരാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവിനെ തന്ന പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:8 അതാണല്ലോ നമ്മൾ വായിക്കുന്നത്. ആകയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ ശക്തി എന്ന് പറയുന്നത് ജഡത്തിന്റെ അല്ലെ ശരീരത്തിന്റെ ശക്തിയല്ല. ഈ ശരീരത്തിന് കുറെ ശക്തി കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള പോലെ അകത്തൊരു മനുഷ്യനുണ്ട്, പുറത്തൊരു മനുഷ്യനുണ്ട്. പുറത്തെ മനുഷ്യനെ ജഡമെന്ന് പറയാം, അല്ലെങ്കിൽ ശരീരം എന്ന് പറയാം. ഈ ശരീരത്തിന്റെ ശക്തിയല്ല പരിശുദ്ധാത്മാവിനാൽ കിട്ടുന്നത്. അതിന് ശരീരത്തിന് ശക്തി വേണമെങ്കിൽ പോഷകാഹാരങ്ങളും എക്സസൈസും ഒക്കെ കൊണ്ടേ അത് കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ശക്തി അകത്തെ മനുഷ്യന് കിട്ടുന്ന ശക്തിയാണ്. അകത്തൊരു മനുഷ്യനുണ്ട്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, ഇന്ന് അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയം തീരാൻ പോകുന്നല്ലോ. അതുകൊണ്ട് അപ്പൊ അകത്തെ മനുഷ്യനാണ് ശക്തി കിട്ടുന്നത്. നമുക്കത് ഞാനൊരു വാക്യം തന്നെ വായിച്ചതങ്ങ് വെളിപ്പെടുത്താം, അപ്പോൾ പിന്നെ സംശയമില്ലല്ലോ. എഫേസ്യ ലേഖനം 3:16 ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായി കിട്ടും. എഫേസ്യർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ. അത്രയും മതി. അപ്പൊ അവന്റെ ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുന്നത് എവിടെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കുന്നത് അകത്തെ മനുഷ്യനാണ്, പുറത്തെ മനുഷ്യനല്ല. പുറത്തെ മനുഷ്യന് ശക്തിയോ ബലമോ കൂടുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുമ്പോൾ അകത്തെ മനുഷ്യനാണ് ബലപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശക്തി, ഭക്തി ജീവിതം നയിക്കാൻ, ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കാൻ, ബിരുദ പ്രാപിക്കാൻ, കർത്താവിന് വേല ചെയ്യുവാൻ, ഇതിനൊക്കെയുള്ള ശക്തി, അത് ചെയ്യാനുള്ള ശക്തിയും അതോടൊപ്പം അത് ചെയ്യുമ്പോൾ, അഥവാ ഭക്തി ജീവിതം നയിക്കുമ്പോൾ, കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ സഹിക്കാനും നേരിടാനും ഒക്കെയുള്ള ശക്തി തരുന്നത് ഈ പരിശുദ്ധാത്മാവ്. അത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന്, ദിവ്യശക്തി തന്നു, അത് പരിശുദ്ധാത്മാവിനാലാണ്. അകത്തെ മനുഷ്യന് ശക്തി തന്നിരിക്കുന്നു. ആ ശക്തി ദൈവത്തോട് നമ്മൾ അടുത്തിടപഴകുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ ലക്ഷ്യമുണ്ടല്ലോ, വിളിച്ചതിനുള്ള ലക്ഷ്യം, ആ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, വചനത്തിന്റെ ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഓർക്കുക, അവിടെ ദാനം തന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദാനമാണോ? നമ്മൾ റോമർ 8:23 വായിച്ചാൽ നമുക്കറിയാം, അവിടെ വായിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ആദ്യ ദാനം തന്നു. പരിശുദ്ധാത്മാവ് ദാനമായി തരിക, നമ്മൾ അതിന് വിലയൊന്നും കൊടുക്കണ്ട. അതുപോലെയാണ് വചനവും ഒരു വിലയും നമ്മൾ കൊടുക്കേണ്ടതില്ല. വചനം നമുക്ക് ദാനമായി സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നതാണ്. ദൈവം വചനം തന്നെന്ന് നമുക്കറിയാമല്ലോ, വാക്യങ്ങളുണ്ട്. നമ്മൾ 1 കൊരിന്ത്യർ 2:9-10 വായിക്കാമെങ്കിൽ, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ വചനം നമുക്ക് തന്നു. ആ തന്ന വചനം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ പഠിച്ചാണ്. അവിടെ പറയുന്നുണ്ട്, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്ന്. അപ്പൊ വചനം പഠിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. എന്തിനു വേണ്ടി? രക്ഷയ്ക്കായി വളരാൻ. അതായത് അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാൻ ഞാന്, രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട നമ്മൾ, ആത്മരക്ഷ പ്രാപിച്ച നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിശാച് അല്ലെങ്കിൽ പാപം നമ്മളെ അതിൽ വീഴ്ത്താൻ ശക്തമായിട്ട് നമ്മളെ ആക്രമിക്കും. അപ്പൊ അവനോട് എതിർത്ത് നിൽക്കാൻ,
അതാ രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ ആത്മീയ വളർച്ച, ഒരു ഹെൽത്തി ഗ്രോത്ത്, ആരോഗ്യമുള്ള വളർച്ച, ശക്തി പ്രാപിക്കുവാൻ നമുക്ക് അത് വചനം പഠിക്കണം. അപ്പൊ വചനം പഠിക്കുമ്പോൾ ആത്മീയ ശക്തി നമുക്കുണ്ടാകുകയും പിശാചിനോടും പാപത്തോടും എതിർത്ത് നിൽപ്പാൻ, അതിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ആശയം. അപ്പോൾ വചനവും നമുക്ക് ശക്തി തരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വചനത്താലുള്ള ശക്തി അത് നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. അവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. ന്യായാധിപന്മാർ 9:9 വായിക്കാം. കാരണം ചിലതൊന്ന് വായിച്ചും കൂടെ പോയാൽ നന്നായിരിക്കുമല്ലോ. ന്യായാധിപന്മാർ 9:9. അവിടെ നമ്മൾ വായിക്കുന്നത് വായിച്ചോണ്ട് അതിന് ഒലിവ് വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? മതി, അത്രയും മതി, അത്രയും മതി. ഇത് ബൈബിളിലെ ആദ്യത്തെ ഉപമയാണിത്. അവിടെ പറയുന്ന ആശയം ഇതാണ്: വൃക്ഷങ്ങളെല്ലാം കൂടെ ഒരു ആഗ്രഹം ഉണ്ടായി, വൃക്ഷങ്ങൾക്കെല്ലാം കൂടെ ഒരു ആഗ്രഹം ഉണ്ടായി. വൃക്ഷങ്ങൾക്ക് രാജാവ് വേണം. കാര്യം മൃഗത്തിന് രാജാവുണ്ട്, പക്ഷികൾക്ക് രാജാവുണ്ട്, മനുഷ്യർക്ക് രാജാവുണ്ട്. മരങ്ങളായ വൃക്ഷങ്ങളായ നമുക്ക് രാജാവില്ല. അപ്പൊ രാജാവ് വേണമെന്ന് അവരെല്ലാം കൂടെ ആഗ്രഹിച്ചിട്ട് ഒലിവ് വൃക്ഷത്തിന്റെ അടുത്ത് എന്ന് പറയാണ്, നീ രാജാവാകണം. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഒലിവ് പറയാണ്, ഞാൻ വരികയല്ല, എനിക്ക് രാജാവുമാകേണ്ട ഒന്നും വേണ്ട, എന്റെ പുഷ്ടിയാണ് എനിക്ക് പ്രധാനം, എന്റെ ആരോഗ്യമാണ്, എന്റെ ശക്തിയാണ് എനിക്ക് പ്രധാനം. അത് ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുന്നതാണ്. അതായത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒലിവ് വൃക്ഷം പറയാണ് അതിന്റെ ആരോഗ്യം. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒലിവ് വൃക്ഷങ്ങളാണ്, ദൈവസന്നിധിയിലെ ഒലിവ് വൃക്ഷങ്ങളാണ്. നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് പ്രാധാന്യം ഒരു രാജാവാകുന്നതിനേക്കാൾ പ്രാധാന്യം, മറ്റു ലോകത്തിൽ എന്താകുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ആത്മീയ ആരോഗ്യമാണ്. അതിന് വചനം പഠിച്ചേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മള് വചനത്തിൽ ശക്തിപ്പെടണം, വചനം പഠിച്ച് ശക്തിപ്പെടണം. അങ്ങനെ പെട്ടാൽ മാത്രമേ നമുക്ക് ദിവ്യ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം ഉണ്ടാകുള്ളൂ. എളുപ്പം ഞാൻ ഒരു കാര്യം കൂടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. മാർത്ത, മറിയ, ലാസർ നമുക്ക് അറിയാവുന്നവരാണ്. ഒരു ദിവസം അവരുടെ വീട്ടിൽ കർത്താവ് വന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുണ്ട്. അവിടെ വന്നപ്പോൾ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് മറിയ വചനം പഠിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മാർത്ത വന്ന് ശകാരിക്കുന്ന ഭാഗമുണ്ട്. അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. മാർത്ത വന്ന് ശകാരിക്കുകയാണ്. കർത്താവിനോട് പറയാണ്, ഇവൾ ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. ഒരു വലിയ കുറ്റപ്പെടുത്തല, ഒരു ശകാരമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, അവിടെ മറിയ ഒറ്റ അക്ഷരം മറുപടി പറഞ്ഞില്ല. നമ്മൾ ദിവ്യ സ്വഭാവമായിട്ട് കർത്താവിന്റെ സ്വഭാവം 1 പത്രോസ് 2:22 വായിക്കുന്നത് ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ലെന്ന്. മാർത്ത സഹോദരി അകത്ത് സ്വന്തം സഹോദരി ശാസിച്ചപ്പോൾ, ശകാരിച്ചപ്പോൾ ഒറ്റ അക്ഷരം മറുപടി പറഞ്ഞില്ല. കർത്താവ് മറുപടി പറഞ്ഞു, പക്ഷെ മറിയ പറഞ്ഞില്ല. കാരണം വചനപഠനത്തിന്റെ ശക്തിയാത്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെ വായിക്കാമെങ്കിൽ അവിടെ ബഥാന്യയിലെ കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുമ്പോൾ ഈ മറിയ കൊണ്ടുവന്ന് പരിമളതൈലം പൊട്ടിച്ചൊഴിച്ചു. ഒഴിച്ചപ്പോൾ ഇസ്കരിയോത്ത യൂദ ശകാരിച്ചു, നീ എന്ത് പണിയായി കാണിക്കുന്നത്, വെറുതെ 10-300 വെള്ളിക്കാശ് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഉദ്ദേശം വേറെയാ, അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒറ്റ അക്ഷരം മറിയ മറുപടി പറഞ്ഞില്ല. പുറത്തു നിന്നുള്ള ശകാരം, അകത്ത് നിന്ന് ശകാരിച്ചിട്ടും പുറത്തു നിന്ന് ശകാരിച്ചിട്ടും ഒരക്ഷരം മറുപടി പറയാതിരിക്കാനുള്ള ശക്തി. പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മളെ ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കണമെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടതിൽ അധികം ആരോഗ്യം വേണം അടിക്കാതിരിക്കാൻ. ഇതുപോലെ നമ്മളെ ശകാരിച്ചാൽ തിരിച്ച് ശകാരിക്കാൻ വേണ്ടതിന്റെ 1000 ഇരട്ടി ശക്തി വേണം ശകാരിക്കാതിരിക്കാൻ. ഈ ശക്തി എവിടെ നിന്ന് പ്രാപിച്ചു? കർത്താവിന്റെ പാദത്തിൽ നിന്ന് പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദിവ്യ ശക്തി തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു 1-2 മിനിറ്റ് കൂടെ മതി നമുക്ക് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചും പ്രാപിച്ചും എക്സസൈസ് ചെയ്തും കർത്താവിനോട് അടുത്തിടപഴകുകയും ഈ ശക്തി പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഈ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ദൈവം സഹായിക്കട്ടെ. മറ്റൊരു കാര്യം കൂടെ തന്നായിട്ട് അവിടെ കാണുന്നുണ്ട്, വാഗ്ദത്തങ്ങളും തന്നിട്ടുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ലക്ഷ്യമിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിപ്പാൻ, ഫുൾഫിൽ ചെയ്യുവാൻ നമുക്ക് കുറച്ച് വാഗ്ദത്തങ്ങളും തന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ തന്ന വാഗ്ദാനം? 1 യോഹന്നാൻ 1:25 വായിക്കാമെങ്കിൽ അവിടെ ഇങ്ങനെയാ നമ്മൾ കാണുന്നത്, അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെ. അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിത്യജീവൻ എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിത്യമായ ജീവനല്ല, ദൈവത്തിന്റെ ജീവൻ, സ്വർഗത്തിൽ ജീവിക്കാനുള്ള ജീവൻ. അതാണ് ശരിക്കും നമുക്ക് തന്ന വാഗ്ദത്തം.
നിത്യജീവൻ തന്നു. ആ വാഗ്ദത്തം തന്നിരിക്കുകയാണ്. എന്നേക്കും നമ്മുടെ ദൈവത്തോടുകൂടെ, കർത്താവിനോടുകൂടെ എന്നേക്കും സ്വർഗത്തിൽ വസിക്കാനുള്ള ജീവൻ നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ അപ്പോൾ ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കാനുള്ള ശക്തി, അതിനുള്ള സഹായം ലഭിക്കുകയാണ്. രണ്ടാമത് മത്തായി 18:20 ഓർമ്മയുണ്ടല്ലോ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. ആ വാഗ്ദത്തം നമുക്ക് എന്ത് സഹായമായി ചെയ്യുന്നത്? മേലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഭക്തി ജീവിതം നയിക്കാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ, ബിരുദ പ്രാപിക്കുവാൻ എന്ത് സഹായം ചെയ്യും? ഞാനോ നിങ്ങളോട് കൂടെ ഇരിക്കും. അവിടെ അതുപോലെ തന്നെ എബ്രായർ 13:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല എന്ന് വായിക്കുന്നുണ്ടല്ലോ. ഒരു നാളും കൈവിടാത്ത കർത്താവ് എന്തൊരു വാഗ്ദത്തമാണ്. അത് നമ്മളെ ശക്തിപ്പെടുത്തുകയില്ലേ? നമ്മളെ സഹായിക്കുകയില്ലേ? അതുപോലെ തന്നെ എബ്രായർ 4:1 വായിക്കാമെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. ഇവിടുത്തെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും, ഇവിടുത്തെ കണ്ണുനീരും രോഗവും ബുദ്ധിമുട്ടും എല്ലാം മാറി സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാഗ്ദത്തം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യമായി. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളെ സഹായിക്കും. ദൈവം ആഗ്രഹിക്കുന്ന, നമ്മളെ വിളിച്ച വിളിക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ പഠിക്കുന്ന പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. 2 പത്രോസ് 3:10. 2 പത്രോസ് 3:10. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. സോറി, 13 കേട്ടോ. 13 ഏറ്റവും ഒടുവിലത്തെ വാക്യം. 13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നോക്ക, മനോഹരമായ ഒരു വാഗ്ദത്തമാണ്. അവന്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി നമ്മുടെ വലിയൊരു പ്രതീക്ഷയാണ്. നമ്മൾ ആ പുതിയ ആകാശ, പുതിയ ഭൂമിയിൽ നേരിട്ടല്ല, ആ ഭൂമിയിലേക്കാണല്ലോ പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്നതും അതിലാണല്ലോ നമ്മൾ വസിക്കുന്നതും. എന്തൊരു മനോഹരമായ വാഗ്ദത്തം. ഉത്തര യെരൂശലേമിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ അതൊക്കെ നമ്മുടെ ഹൃദയത്തിലെ ആ വാഗ്ദത്തങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ വിളിച്ച ആ ലക്ഷ്യത്തിൽ ജീവിക്കാൻ, ഭക്തി ജീവിതം നയിപ്പാൻ, ദിവ്യ സ്വഭാവത്തിൽ ജീവിപ്പാൻ, ബിരുദം പ്രാപിക്കുവാൻ, ലോകത്തുള്ള മോഹങ്ങളെ വിട്ടൊഴിയുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒക്കെ നമുക്ക് വലിയ സഹായം, വലിയ പ്രോത്സാഹനം നമുക്ക് ലഭിക്കുന്ന. ദൈവത്തിന്റെ സ്തോത്രം. ഇനി എന്ത് വേണം? നമുക്ക് അവിടെ തിരുവെഴുത്തി വായിച്ച പോലെ നമുക്ക് ഭക്തി ജീവിതം നയിക്കാൻ വേണ്ടതെല്ലാം ദാനം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഭക്തി ജീവിതം നയിച്ച് കർത്താവ് എന്തിനു നമ്മെ വിളിച്ചോ ആ വിളിയുടെ ആശ നിറവേറ്റിക്കൊണ്ട് ലോകത്തിൽ ജീവിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാം സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.